ഇന്ന് കറിക്ക് നല്ല ഫ്രഷ് പിലോപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്ക് ഗ്രേവിയുള്ളൊരു മീൻ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കോക്കനട്ട് ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെയാണ് ഇത്രയും തിക്ക് ഗ്രേവിയുള്ള ഒരു മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ കറി റെഡിയാക്കാനായിട്ട് നമ്മളൊരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സവാളയാണ് നമ്മൾ ചേർക്കുന്നത്. നീളത്തിൽ അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് സവാള ഏകദേശം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലോട്ട് നമ്മൾ 2 തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കറിയിൽ നമ്മൾ തേങ്ങ ചേർക്കാത്തത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. പക്ഷെ തേങ്ങ ചേർത്തില്ലെന്ന് പറഞ്ഞ് കറിയുടെ രുചി കുറഞ്ഞു പോകുമെന്ന് ആരും പേടിക്കണ്ട കേട്ടോ, സംഭവം കിടുവാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് ഉടയുന്നത് വരെ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റിലൊന്ന് പറയണേ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ തക്കാളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടുള്ളത് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ കറി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒതന്റിക്കായിട്ടൊരു മീൻകറി വെക്കുമല്ലോ, ശരിക്കും പറഞ്ഞാൽ അതേപോലെ തന്നെ തോന്നുള്ളൂ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പാണ് കേട്ടോ ഇതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത്. അത് ഫുൾ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ. ഇതിൽ അല്പം എരിവ് കുറവായതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട മീൻകറി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല എരിവും അത്യാവശ്യം പുളിയും അതേപോലെ തന്നെ നല്ല തിക്ക് ഗ്രേവിയുള്ള മീൻകറിയാണ് ഇഷ്ടം. അപ്പോൾ മീൻകറിയുടെ രുചി കൂട്ടുന്ന പുളിയും കൂടെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാണ്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പിലോപ്പിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കറിക്ക്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 700 ഗ്രാം മീനാണ് കേട്ടോ നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ആവി പറക്കുന്ന മീൻ കറി, അത്യാവശ്യം എരിവും പുളിയും അതേപോലെ തന്നെ തിക്ക് ഗ്രേവിയുള്ള മീൻ കറിയാണ്. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കറിക്ക് രുചി കൂടുന്നത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ എരിവും പുളിയും ഒക്കെ മീനിലോട്ട് നന്നായിട്ട് പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ തിക്ക് ഗ്രേവി ഉള്ള പിലോപ്പി കറി വരുന്നത് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ പുതിയ വീഡിയോസിന് നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.